So today we are going to study about Hayek's monetary overinvestment theory. So F.A. Hayek ഇദ്ദേഹമാണ് ഈ ഒരു തിയറി പ്രൊപ്പൗണ്ട് ചെയ്തത് അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്തത്. ദിസ് ഇസ് കോൾഡ് മോണിറ്ററി ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി ഓഫ് ട്രേഡ് സൈക്കിൾ. അപ്പോൾ ഈ ഒരു തിയറിയിൽ ഹയക്ക് എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡ് സൈക്കിൾ ഇസ് ദ റിസൾട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതാണ് ഹയക്ക് പറയുന്നത്. ട്രേഡ് സൈക്കിൾ ഒക്കർ ചെയ്യുന്നത് ഇക്കോണമിയിൽ നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഉണ്ട്, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഉണ്ട്. ഈ രണ്ട് കമ്പോണൻസിൻ്റെയും ഡിഫറൻസ് അല്ലെങ്കിൽ ഈ രണ്ട് കമ്പോണൻസിലും വരുന്ന വ്യത്യാസം ഡിഫറൻസിൻ്റെ ബേസിസിലാണ് ട്രേഡ് സൈക്കിൾ ഒക്കർ ചെയ്യുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് റേറ്റ് അറ്റ് വിച്ച് ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ട്സ് ഈക്വൽ സപ്ലൈ ഓഫ് വോളണ്ടറി സേവിങ്സ്. അപ്പോൾ നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ മണി ഷുഡ് ബി ഈക്വൽ ടു സപ്ലൈ ഓഫ് വോളണ്ടറി സേവിങ്സ്. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് സപ്ലൈ ഇക്വാളിറ്റി വരുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മണി റേറ്റ് വിച്ച് പ്രിവെയിൽസ് ഇൻ ദി മാർക്കറ്റിൽ പ്രിവെയിൽ ചെയ്യുന്ന ഒരു മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, വിച്ച് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി. മണിയുടെ ഡിമാൻഡും സപ്ലൈയുടെയും ബേസിസിൽ മാർക്കറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. ഇനി നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഇക്കോണമിയിൽ ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടുണ്ട്, അതിനോടുള്ള ഡിമാൻഡും സപ്ലൈ ഓഫ് വോളണ്ടറി സേവിങ്സ്. അതായത് നമ്മൾ സേവ് ചെയ്യുന്ന എമൗണ്ടാണ് ശരിക്കും ലോണായിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വോളണ്ടറി സേവിങ്ങും മറ്റൊരാളുടെ ഡിമാൻഡ് ഫോർ ദിസ് ഫണ്ടും അത് ഈക്വലായിട്ട് വരുന്ന ഒരു നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഈക്വൽ ആവണം എന്നില്ല. ചിലപ്പം ഒന്ന് കൂടിയിരിക്കും അല്ലെങ്കിൽ ഒന്ന് കുറഞ്ഞു നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ ഒരു ഡിഫറൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ ട്രേഡ് സൈക്കിൾ ഒക്കർ ചെയ്യുന്നത് എന്നാണ് ഹയക്ക് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ഹയക്ക്, സോ ലോങ് ആസ് ദി നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈക്വൽ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇക്കോണമി റിമെയിൻസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ആൻഡ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ ഇക്കോണമിയിൽ ഇക്വിലിബ്രിയം ആയിരിക്കും, ഫുൾ എംപ്ലോയ്മെൻ്റ് ആയിരിക്കും. So trade cycle in the economy are caused by the inequality between this natural rate and market rate. Natural rate of interest, market rate of interest തമ്മിലുള്ള ഇനിക്വാളിറ്റിയിൽ നിന്നാണ് ട്രേഡ് സൈക്കിൾ ഫോം ചെയ്യുന്നതെന്നാണ് ഹയക്ക് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് സിറ്റുവേഷൻ നോക്കണം. ഫസ്റ്റ് എന്ന് പറയുന്നത് വെൻ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ലെസ് ദാൻ നാച്ചുറൽ റേറ്റ്. Okay, so when the market rate of interest is less than the natural rate of interest, then there is prosperity in the economy. അതായത് നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ടും സപ്ലൈ ഓഫ് വോളണ്ടറി സേവിങ് തമ്മിലുള്ള ആ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഡിമാൻഡ് ഫോർ മണി സപ്ലൈ ഓഫ് മണിയുടെ ബേസിസിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ കോമൺ പീപ്പിളിനെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവ് ഫാക്ടറാണ്. അതായത് നമ്മൾ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ബേസിസിലാണ് നമ്മളുടെ ആക്ടിവിറ്റീസ് എല്ലാം റൺ ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ലോ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, സോ ഡിമാൻഡ് ഫോർ ഫണ്ട്സ്, ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും ദാൻ ദി സപ്ലൈ ഓഫ് സേവിങ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ സേവിങ് ഒത്തിരി വരാൻ പോസിബിലിറ്റി ഇല്ല, എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിലോട്ടുള്ള ഡിമാൻഡ് കൂടുതലായിരിക്കും. കാരണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കൂടുതൽ ഫണ്ട് ലോണായിട്ട് എടുക്കും. എന്നാൽ കൂടുതൽ നമ്മൾ സേവിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കത്തില്ല. കാരണം സേവിങ് ചെയ്താൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണല്ലോ. അപ്പോൾ ഡിമാൻഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് വിൽ ബി ഹയർ ദാൻ ദി സപ്ലൈ ഓഫ് അവൈലബിൾ സേവിങ്സ്. സോ ദിസ് ഡിമാൻഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്, അപ്പോൾ ഇവിടെ ഡിമാൻഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് കൂടിയല്ലോ. ഈ ഒരു ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
there will be increase in money supply through expansion of bank credit. അപ്പം ഡിമാൻഡ് കൂടുതലാണ്, ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഡിമാൻഡ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും സപ്ലൈ ഓഫ് മണി ഇൻക്രീസ് ചെയ്താലേ ഈ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്ലൈ ഓഫ് മണി ഇൻക്രീസ് ചെയ്യും എങ്ങനെ? നമ്മൾ മുമ്പേ ഹോട്ടലുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് ക്രെഡിറ്റ് എക്സ്പാൻഷൻ വഴി മണി സപ്ലൈ ഇക്കോണമിയിൽ ഇൻക്രീസ് ചെയ്യും. സോ ആസ് എ റിസൾട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഫോൾസ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനായിട്ട് തുടങ്ങും. കാരണം എന്താണ്? ബാങ്ക് ക്രെഡിറ്റ് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പണം ബാങ്കിൽ നിന്നും കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു അവസ്ഥ തന്നെയാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയും. ദെൻ ഫേംസ് വിൽ ബോറോ മോർ, അല്ലേ? ബോറോയിങ് കൂടും. കാരണം എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണ്. സ്വാഭാവികമായിട്ടും ഫേംസ് നോക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ് നല്ലത്. സോ ഫേംസ് വിൽ ബോറോ മോർ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ദിസ് വിൽ റിസൾട്ട് ഇൻ എക്സ്പാൻഷൻ ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റി. ഇക്കണോമിക് ആക്ടിവിറ്റി അതായത് മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്യും. അതായത് ബോറോ ചെയ്യും, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കും. അപ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റി മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, പ്രൈസ് ഇൻക്രീസ് ചെയ്യും, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. മൊത്തത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇക്കോണമിയിലൊരു പ്രോസ്പെരിറ്റി ഫേസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. So an atmosphere of prosperity will be occurring in the economy and it leads to monetary over investment on factors spreads the boom situation. അപ്പോൾ ഇവിടെ മോണിറ്ററി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, മോണിറ്ററി ഫാക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഓവർ ഇൻവെസ്റ്റ്മെന്റ് ആണ് വരുന്നത്. പ്രോസ്പെരിറ്റി വന്ന് ബൂം സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ലീഡ് ടു മോണിറ്ററി ഓവർ ഇൻവെസ്റ്റ്മെന്റ് സിറ്റുവേഷൻ. അപ്പോൾ മോണിറ്ററി ഫാക്ടർ എന്ന് പറയുന്നത് ബാങ്ക് ക്രെഡിറ്റ് എക്സ്പാൻഡ് ചെയ്യുക വഴി അവിടെ കൂടുതൽ ബോറോയിങ് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി ഫുൾ എംപ്ലോയ്മെൻറ്റിൻ്റെ അപ്പുറത്തോട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് പോകുന്നു. ദെയർ ഒക്കേഴ്സ് ദി ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് സിറ്റുവേഷൻ. സോ ദിസ് ലീഡ്സ് ടു ദി ബൂം ഓർ പ്രോസ്പെരിറ്റി ഫേസ്. അപ്പം എക്കോണമി അതിൻ്റെ മാക്സിമം ടോപ്പ് പൊസിഷനിൽ എത്തും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഇതൊക്കെ എന്തിൻ്റെ ബേസിസിലാണ്? നമ്മുടെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ നമുക്ക് എന്താണ്? പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ബൂം സിറ്റുവേഷൻ. ഓക്കെ, നൗ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ദാറ്റ് ഈസ് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് മാർക്കറ്റിൽ പ്രിവെയിൽ ചെയ്യുന്ന മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ദിസ് വിൽ ലീഡ് ടു demand for loanable funds will be less than the supply of savings. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നമ്മൾ ലോണിന് കൂടുതൽ ഡിമാൻഡ് ചെയ്യില്ല. അതിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും? സേവിങ്സ് ഇൻക്രീസ് ചെയ്യാനായിരിക്കും. അപ്പം വോളണ്ടറി സേവിങ് കൂടും, എന്നാൽ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ട്സ് വിൽ ബി ലെസ് ദാൻ ദി അവൈലബിൾ സപ്ലൈ ഓഫ് സേവിങ്സ്. അതെന്തിലോട്ട് നയിക്കും? ദിസ് ലീഡ്സ് ടു കോൺട്രാക്ഷൻ ഇൻ ബാങ്ക് ക്രെഡിറ്റ്. കാരണം ഡിമാൻഡ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ ബാങ്ക് ക്രെഡിറ്റിൻ്റെ കോൺട്രാക്ഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മണി സപ്ലൈ ഡിക്രീസ് ചെയ്യും. കാരണം നേരത്തെ അത്രയും മണി സപ്ലൈ ആവശ്യമില്ല, ബാങ്ക് ക്രെഡിറ്റ് കോൺട്രാക്ട് ചെയ്തു, ഡിമാൻഡ് ഇല്ല, ബാങ്കിൽ നിന്ന് കൂടുതൽ ലോൺ എടുക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സപ്ലൈ ഓഫ് മണി വിൽ ബി ഡിക്രീസ്ഡ്, ലീഡിങ് ടു ആൻ ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പം കോൺട്രാക്ഷൻ വരുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ബാങ്ക് ക്രെഡിറ്റ് കോൺട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യുവാണ്. നമുക്കറിയാം ഇവിടെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് തന്നെയാണ് ഇവിടുത്തെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം ബോറോയിങ് ബൈ ദ ഫേംസ് വിൽ ഡിക്ലൈൻ. നേരത്തെ എത്രയും ബോറോ ചെയ്യില്ല, കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. അത്ര അത്യാവശ്യമല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും നടത്തില്ല. അപ്പോൾ ബോറോയിങ് കുറയും. ബോറോയിങ് കുറയുമ്പം ഇൻവെസ്റ്റ്മെൻറ്റ് സ്വാഭാവികമായിട്ടും കുറയുന്നു, വിച്ച് ലീഡ്സ് ടു ഡിക്ലൈൻ ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റി. മൊത്തത്തിൽ ഇക്കണോമിക് ആക്ടിവിറ്റി ഒന്നും തളരാനായിട്ട് തുടങ്ങും. കാരണം പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും വരുന്നില്ല, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വരുന്നില്ല, ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല എങ്കിൽ ലീഡ്സ് ടു fall in production, fall in employment, fall in price level. അപ്പോൾ പ്രൊഡക്ഷനും എംപ്ലോയ്മെൻറ്റും പ്രൈസും പ്രോഫിറ്റും എല്ലാം കുറയാനായിട്ട് തുടങ്ങും. അതെന്തിലേക്ക് നയിക്കും? സ്വാഭാവികമായിട്ടും ഡിപ്രഷൻ അല്ലെങ്കിൽ റിപ്രഷൻ ഫേസിലേക്ക് എത്തി
നിൽക്കും. അപ്പം ഇങ്ങനെ ഡിപ്രഷനും അൺഎംപ്ലോയ്മെൻറ്റും ഒക്കെ ഇവിടെ വരും. സോ ഇതാണ് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്. നമ്മുടെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗ്രേറ്റർ ആണെങ്കിൽ, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി നിൽക്കുന്നൊരവസ്ഥയാണെങ്കിൽ ഇറ്റ് ലീഡ് ടു ഡിപ്രഷൻ. അപ്പോൾ ഇതാണ് രണ്ട് സിറ്റുവേഷൻ പറയുന്നത്. അപ്പോൾ ഈ ട്രേഡ് സൈക്കിൾ ഒക്കർ ചെയ്യുന്നത് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെയും നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെയും ഇനിക്വാളിറ്റിയുടെ ബേസിസിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മാർക്കറ്റ് റേറ്റ് കൂടി നിന്നാൽ ഡിപ്രഷൻ സംഭവിക്കും, മാർക്കറ്റ് റേറ്റ് കുറഞ്ഞു നിന്നാൽ അവിടെ പ്രോസ്പെരിറ്റി വരും. So according to Hayek, when the fall in prices comes to an end during depression, അപ്പോൾ ഡിപ്രഷൻ ആകുമ്പോഴത്തേനും ആ ഒരു വിലയുടെ ഒരു ഇടിവ് വന്ന് അതിൻ്റെ ഏറ്റവും അവസാന പോയിന്റ് എന്ന് പറയുന്നതാണ് ഡിപ്രഷൻ. അങ്ങനെ വരുമ്പം ഈ ഒരവസ്ഥയിൽ വീണ്ടും എന്ത് ചെയ്യും? ബാങ്ക് സ്റ്റാർട്ട് ടു റൈസ് ദി സപ്ലൈ ഓഫ് മണി, ഇൻക്രീസ് സപ്ലൈ ഓഫ് മണി ബൈ റെഡ്യൂസിങ് ദി ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഡിപ്രഷൻ ഫേസ് വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അവിടെ അതോറിറ്റീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരും. അപ്പം ബാങ്ക് പെട്ടെന്ന് തന്നെ സപ്ലൈ ഓഫ് മണി ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഇക്കോണമിയിൽ വരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നു. സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് എൻകറേജ് ചെയ്യുന്നു, അല്ലേ? ബിസിനസ് പീപ്പിളിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് എൻകറേജ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു റിവൈവൽ ഫേസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആണ് 4 ഫേസസ് അപ്പം ഇക്കോണമിയിൽ സംഭവിക്കുന്നത് എന്നാണ് ഹയക്ക് പറയുന്നത്. അപ്പം ഹയക്ക് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ട്രേഡ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഇക്കോണമിയിലെ ഇൻട്രസ്റ്റ് റേറ്റ്, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ബേസിസിലാണ്. മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ ഡിപ്രഷൻ സിറ്റുവേഷനിലോട്ട്, മാർക്കറ്റ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ ബൂം സിറ്റുവേഷനിലോട്ടും നയിക്കും. അപ്പോൾ ബൂമിൽ നിന്ന് തിരിച്ച് ഡിപ്രഷനിൽ നിന്ന് തിരിച്ച് റിവൈവൽ വഴി ബൂം പീരീഡിലോട്ട് തന്നെ എത്തും. അതായത് റിവൈവൽ ഫേസ് സ്റ്റാർട്ട് ചെയ്യും, അത് പിന്നെ ബൂമിൽ തന്നെ നിൽക്കും. ബൂമിൽ നിന്ന് വീണ്ടും റിസഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്ത് ഡിപ്രഷനിൽ പോയി നിൽക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും എന്നാണ് ഹയക്ക് പറയുന്നത്. സോ ദിസ് ഇസ് ദ തിയറി, മോണിറ്ററി ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി ഫോർമുലേറ്റഡ് ബൈ ഹയക്ക്. ഓക്കെ, ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ആൻഡ് there are different criticisms. Related to this theory, there are different criticisms. First criticism എന്ന് പറയുന്നത് unrealistic assumption of equilibrium. ഇക്വിലിബ്രിയം എന്ന ആ ഒരു സ്റ്റേറ്റിന് ഒരു അൺറിയലിസ്റ്റിക് അസംഷനാണ് ഈ തിയറിയിൽ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ തിയറി അസ്യൂംസ് ദാറ്റ് ഇൻ ദ ബിഗിനിങ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ഇൻ ഇക്വിലിബ്രിയം ആൻഡ് ബാങ്കിങ് സിസ്റ്റം ഡിസ്ട്രോയ്സ് ദിസ് ഇക്വിലിബ്രിയം. ബാങ്ക് ക്രെഡിറ്റ് എക്സ്പാൻഷൻ വഴിയാണ് ഈ ഒരു ഇക്വിലിബ്രിയം ഡിസ്ട്രോയ് ചെയ്യുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ തിയറിയിൽ തുടക്കത്തിൽ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇതൊരു അൺറിയലിസ്റ്റിക് അസംഷനാണ്. ബിക്കോസ് ഇക്വിലിബ്രിയം ഡീവിയേറ്റ് ചെയ്യാൻ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റം വെച്ച് മാത്രമാണ് ഇക്വിലിബ്രിയം ഡീവിയേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ട് നമ്മുടെ ഇക്വിലിബ്രിയം സിറ്റുവേഷനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വാളിറ്റീനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വാളിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നത് ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊരു അൺറിയലിസ്റ്റിക് അസംഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് നേരത്തെയും പറഞ്ഞതാണ്, ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് നോട്ട് ദി ഓൺലി ഡിറ്റർമിനൻറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമല്ല ഒരു ഇക്കോണമിയുടെ ആക്ടിവിറ്റീസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മൾ ഹോട്ട് ട്രേഡ് തിയറിയിലും പറഞ്ഞ പോലെ തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് പ്രോഫിറ്റ്, ദെൻ ഇന്നവേഷൻ, ഇൻവെൻഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ്, മോണിറ്ററി ആയിട്ടുള്ള നോൺ മോണിറ്ററി ആയിട്ടുള്ള പല ഫാക്ടേഴ്സും അതർ ദാൻ ദിസ് ഇൻട്രസ്റ്റ് റേറ്റ് വിൽ അഫക്റ്റ് ദി ട്രേഡ് സൈക്കിൾ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാലും കുറഞ്ഞാലും മാത്രമാണ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ മാത്രം ഡിറ്റർമൈൻ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ട്രേഡ് സൈക്കിൾ വരുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് നോട്ട് ദി ഓൺലി ഡിറ്റർമിനൻറ്റ്. തേർഡ് criticism is that unwanted or undue importance is given to forced saving. നമ്മൾ പറഞ്ഞു വോളണ്ടറി സേവിങ്സിൻ്റെ കാര്യം ഇവിടെ കുറേ പറയുന്നുണ്ട് അല്ലേ.
So voluntary savings, there is voluntary savings and not need to focus on forced savings alone. വോളണ്ടറി ആയിട്ടുള്ള സേവിങ്ങും ഒത്തിരി ഉണ്ട്, അല്ലെങ്കിൽ സേവിങ്സ് പൊതുവേ നമ്മൾ വോളണ്ടറി സേവിങ് ആയിട്ട് കണക്കാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫോഴ്സ്ഡ് സേവിങ്ങിന് ഒരു പ്രാധാന്യം ഈ തിയറിയിൽ കൊടുക്കുന്നുണ്ട്. അതും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. വെൻ പീപ്പിൾ വിത്ത് ഹാവിങ് ഫിക്സഡ് ഇൻകം, ഇഫ് ദേ റെഡ്യൂസ് ദർ കൺസംഷൻ due to increase in price, then high income group also reduce their consumption to same extent. Saving will not be forced but voluntary. അപ്പം കൺസംഷൻ നമ്മൾ ഇൻകം കുറച്ച് കൂടി അല്ലെങ്കിൽ നമ്മുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ കുറച്ച് കുറഞ്ഞു, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു കുറച്ച് അഡീഷണൽ എമൗണ്ട് സേവ് ചെയ്യും. അവിടെ ഒരു ഫോഴ്സ്ഡ് സേവിങ്ങിനുള്ള പോസിബിലിറ്റി ഒന്നുമില്ല, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് സേവിങ്ങിന് നമ്മൾ അത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു തിയറിയിൽ ഫോഴ്സ്ഡ് സേവിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. Fourth criticism is very narrow assumption of full employment. ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിന് വളരെ നാരോ ആയിട്ടുള്ളൊരു അസംഷനാണ് കൊടുത്തിരിക്കുന്നത്. So the theory is based on the assumption of full employment according to which capital goods are produced by reducing consumer goods. അങ്ങനെയൊരു അസംഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സും ഉണ്ട്, കൺസ്യൂമർ ഗുഡ്സും ഉണ്ട് അല്ലേ. അപ്പോൾ തിയറി പറയുന്ന അനുസരിച്ച് ഫുൾ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻക്രീസ് ചെയ്യുമ്പം കൺസ്യൂമർ ഗുഡ്സിൽ അതിൻ്റെ കുറവ് വരുന്നുണ്ട്. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സിൻ്റെ അളവിൽ കുറവ് വരുത്തിക്കൊണ്ടാണ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ് ഈ ഒരു തിയറിയിൽ അവർ പറയുന്നത്. എന്നാൽ റിയാലിറ്റിയിൽ നമുക്കറിയാം അങ്ങനെ ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ്, റിയാലിറ്റിയിൽ ഈ ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റേ നമുക്ക് ഇല്ല. റിസോഴ്സ്, ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരില്ല. ഈ റിസോഴ്സസ് റിമെയിൻ അൺയൂട്ടിലൈസ്ഡ്, യൂട്ടിലൈസ് ചെയ്യാതെ കിടപ്പുണ്ടെങ്കിൽ then both capital goods sector and consumer goods sector expansion occurs simultaneously. അപ്പോൾ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് എന്നുള്ളത് ഒരു സാങ്കല്പികമായ അവസ്ഥ മാത്രമാണ്. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫുൾ എംപ്ലോയ്മെൻ്റ് എന്നുള്ളൊരു അസംഷൻ വളരെ നാരോ അസംഷനാണ്. കാരണം ക്യാപിറ്റൽ ഗുഡ് സെക്ടർ ഇൻക്രീസ് ചെയ്യാനായിട്ട് കൺസ്യൂമർ ഗുഡ് സെക്ടർ ഡിക്രീസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി റിസോഴ്സസ് അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ രണ്ട് സെക്ടറിലോട്ടും സൈമിൾട്ടേനിയസ് ആയിട്ടുള്ളൊരു എക്സ്പാൻഷൻ ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. അല്ലാണ്ട് ദർ ഇസ് നോ നീഡ് ഓഫ് ട്രാൻസ്ഫറിങ് റിസോഴ്സസ് ഫ്രം വൺ സെക്ടർ ടു അതർ. ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് റിസോഴ്സ് ട്രാൻസ്ഫർ ചെയ്യേണ്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് റിസോഴ്സ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായ ഒരു ആവശ്യം ശരിക്കും ഇല്ല. അപ്പോൾ ഈ ഒരു അസംഷനും ശരിക്കും വളരെ നാരോ ആയിട്ടുള്ള ഒരു അസംഷനാണ്. ആൻഡ് ദി ഫൈനൽ ക്രിറ്റിസിസം ഇസ് ദാറ്റ് ദിസ് ഇസ് ആൻ ഇൻകംപ്ലീറ്റ് തിയറി. നമ്മൾ ഹോട്ടറുടെ തിയറിയിലും ഈ ഒരു ക്രിറ്റിസിസം പറഞ്ഞിരുന്നു. കാരണം ദിസ് തിയറി ഓൾസോ ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ട്രേഡ് സൈക്കിൾ. ആ ഒരു ട്രേഡ് സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് ഫേസസിനെ കുറിച്ച് കാര്യമായ ഒരു എക്സ്പ്ലനേഷൻ വരുന്നില്ല. രണ്ട് എക്സ്ട്രീം, ബൂം സിറ്റുവേഷനും ഡിപ്രഷൻ സിറ്റുവേഷനിലോട്ടും വരുന്ന ഒരു അവസ്ഥ മാത്രമേ പറയുന്നുള്ളൂ. കൃത്യമായിട്ട് ഫേസസ് ഓഫ് ട്രേഡ് സൈക്കിളിനെ ഈ തിയറിയിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു തിയറീനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ ഹയക്കിൻ്റെ തിയറിയും ഹോട്ടറയുടെ തിയറിയോട് വളരെ സാമ്യമുള്ളതാണ്. ഹോട്ടറെ മോണിറ്ററി ആസ്പെക്റ്റ് മാത്രം പറഞ്ഞു, ഹയക്ക് മോണിറ്ററി ആസ്പെക്റ്റും അതിൻ്റെ ഫലമായിട്ട് വന്ന ഓവർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഫലമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ട്രേഡ് സൈക്കിളിന് കൊടുത്തത്. സോ ദിസ് ഇസ് ദ ഹയക്സ് മോണിറ്ററി ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി ഓഫ് ട്രേഡ് സൈക്കിൾ.